2017 നവംബർ മാസത്തിൽ എനിക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള സർജറി ചെയ്ത് അവേ ക്രീനിയോട്ടമി, അതായത് ബോധത്തോടെയുള്ള സ്കള്ള് തുറന്ന് നമ്മുടെ ബ്രെയിൻ തുറന്ന് ട്യൂമർ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ബയോപ്സി റിസൾട്ട് അത്ര നല്ലതല്ലായിരുന്നു. ക്യാൻസറസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണം, റേഡിയേഷനും കീമോയും എടുക്കണം. ഈ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പല സൈഡ് എഫക്ട്സ് അച്ഛന് വരാം, അച്ഛൻ്റെ ഒരു സൈഡ് പാരലൈസ്ഡ് ആകേണ്ട സാധ്യതയുണ്ട്, ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഒരു കണ്ണിൻ്റെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫർദർ ഓർമ്മ പ്രശ്നം, മെമ്മറി കോംപ്രിഹെൻഷൻ, സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട്, ഇതിനെല്ലാം സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ അവർ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്തോ അച്ഛൻ്റെ വിൽ പവർ ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അച്ഛനെ മറ്റ് മെഡിക്കൽ സയൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനേക്കാളും മെഡിസിനേക്കാളും പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഈ ഏജേ ഉള്ളൂ, പിന്നെ അത്യാവശ്യം ദൈവമായിട്ടൊരു ബന്ധമുണ്ട്, അതെന്നെ ഒത്തിരി നയിക്കുന്നുണ്ട്. അത് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് സർജറിക്ക് പോലും ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അനേക കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് എൻ്റെ കഴിവ് സാഹചര്യമൊന്നുമില്ല, കർത്താവിൻ്റെ പുരോഹിതനായതുകൊണ്ട് സംഭവിക്കുന്നത്.